നിതീഷ് കുമാറിന്റെ സ്ഥാനാർത്ഥികൾ നിൽക്കുന്ന പല മണ്ഡലങ്ങളിലും ബി.ജെ.പിയുടെ കാലുവാരലുകൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഇപ്പോഴും കീറാമുട്ടിയായിട്ട് ഇന്ത്യ സഖ്യത്തിന് മുമ്പിൽ കിടക്കുന്ന പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ ഈ സീറ്റ് തർക്കമാണ്. തേജസ്വി യാദവുമായിട്ട് സീറ്റ് ചർച്ച നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കോൺഗ്രസ് പാർട്ടിക്ക് മോശമല്ലേ. നിതീഷ് കുമാറിന്റെ എത്ര ശതമാനം വോട്ടുകൾ പ്രശാന്ത് കിഷോറിന്റെ ജനസൂരജ് പാർട്ടിയിലേക്ക് പോയിട്ടുണ്ട് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഈ തേജസ്വി യാദവ് തന്നെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ആയിട്ട് ഇരുന്നുകൊണ്ട് ചിരാഗ് പാസ്വാൻ ഒരു പക്ഷേ മുഖ്യമന്ത്രിയായിട്ട് വന്നേക്കാം. തൂക്ക് മന്ത്രിസഭയാണ് ബീഹാറിൽ വരുന്നതെങ്കിൽ അവിടെ നടക്കാൻ പോകുന്ന റിസോർട്ട് പൊളിറ്റിക്സിനൊക്കെ അപ്പുറത്തുള്ള പൊളിറ്റിക്സ് ആണ്. നമസ്കാരം. ബീഹാർ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുകയാണ്. ഇന്ത്യ മുന്നണിയുണ്ട്, ഇന്ത്യ സഖ്യമുണ്ട്, രണ്ട് സഖ്യത്തിലും പ്രശ്നങ്ങളുണ്ട്. എങ്ങനെയായിരിക്കും ഇന്ത്യ സഖ്യത്തിന്റെ സാധ്യതകൾ, അതുപോലെ തന്നെ ഇന്ത്യയുടെ സാധ്യതകൾ, ഇവർ തമ്മിൽ ഉള്ള പാർട്ടികളിൽ ആരെങ്കിലും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ സാധ്യതയുണ്ടോ? എങ്ങനെയാകും കാലമാറ്റം? അത് നോമിനേഷൻ കൊടുക്കാനുള്ള അവസാന ദിവസം വരെ ഉണ്ടാകും എന്ന് വേണം നമ്മൾ പ്രതീക്ഷിക്കാനായിട്ട്. ഇപ്പോൾ NDAക്കകത്തെ പ്രശ്നം ഏകദേശം ഒരു ധാരണയിൽ എത്തിയതായിട്ടാണ് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത്. സീറ്റുകളുടെ കാര്യത്തിലാണെങ്കിലും പരസ്പരമുള്ള ജനതാദൾ യുണൈറ്റഡിനകത്തുള്ള പ്രശ്നങ്ങളിലൊക്കെ ഒരു ധാരണയായിട്ടുണ്ട്. കാരണം പ്രതിഷേധമുള്ള ചില ആളുകളൊക്കെ ജനതാദൾ യുണൈറ്റഡ് വിട്ടിട്ട് RJDയിലേക്കും, ചിലരൊക്കെ കോൺഗ്രസിലേക്ക് മാത്രം ആരും പോയിട്ടില്ല, RJDയിലേക്കൊക്കെ ചില ആളുകൾ പോയി ചേർന്നിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് അമിത്ഷാ നേരിട്ട് നിതീഷ് കുമാറുമായിട്ട് സംസാരിച്ചതിന് ശേഷം അദ്ദേഹത്തെ ഭാവി മുഖ്യമന്ത്രിയായിട്ടൊന്നും പ്രഖ്യാപിക്കത്തില്ല. ഈ ചിരാഗ് പാസ്വാൻ പറഞ്ഞിരിക്കുന്ന സീറ്റുകളിൽ പോലും നിതീഷ് കുമാർ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു എന്നാണ് പറയുന്നത്. പക്ഷെ അതൊക്കെ ഇന്നലെ രാത്രി കൊണ്ട് പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമിത്ഷാ നേരിട്ട് തന്നെ നിതീഷ് കുമാറിനെ വിളിക്കുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലായിരിക്കും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുക. ബീഹാറിൽ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹമാണ് മുഖ്യമന്ത്രി എന്നുള്ള ഒരു ഉറപ്പൊന്നും കൊടുത്തിട്ടൊന്നുമില്ല. അത് ലഭിക്കുന്ന സീറ്റുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും. ഇപ്പൊ ജനതാദൾ യുണൈറ്റഡിനകത്ത് ഇപ്രാവശ്യം സംഭവിക്കാൻ പോകുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്രാവശ്യം ഒരു 101 സീറ്റിൽ മത്സരിക്കുന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 30 സീറ്റിന് മുകളിലേക്ക് അവർ പോകാനായിട്ടുള്ള സാധ്യതകൾ കുറവാണ്. എന്നാൽ അതേസമയം തന്നെ BJPയെ സംബന്ധിച്ചിട്ട് BJP മത്സരിക്കുന്ന 101 സീറ്റിൽ ഏകദേശം ഒരു 80-90 സീറ്റിന് അടുത്തെങ്കിലുമൊക്കെ ഒരു പക്ഷേ ഒരു NDA തരംഗം ഉണ്ടാവുകയാണെങ്കിൽ നേടാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിതീഷ് കുമാറിന്റെ സ്ഥാനാർത്ഥികൾ നിൽക്കുന്ന പല മണ്ഡലങ്ങളിലും BJPയുടെ കാലുവാരലുകൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. പിന്നെ ഇന്ത്യ സഖ്യത്തിന് ആശ്വസിക്കാൻ പറ്റുന്ന ഏക കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഗ്രീഷ്മ പറഞ്ഞതുപോലെ ചിരാഗ് പാസ്വാന് നൽകിയിരിക്കുന്ന ചില മണ്ഡലങ്ങളിലൊക്കെ ഈ ജനതാദൾ യുണൈറ്റഡും സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്ത്യ മുന്നണിക്ക് ആശ്വാസം നൽകുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ കോൺഗ്രസും RJD ആയിട്ട് ഡിസ്പ്യൂട്ട് നടക്കുന്നുണ്ട് എങ്കിൽ തന്നെയും RJD പ്രഖ്യാപിച്ചിട്ടുള്ള മണ്ഡലങ്ങളിലൊന്നും കോൺഗ്രസ് സ്ഥാനാർത്ഥികളില്ല. കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്ന മണ്ഡലങ്ങളിലൊന്നും RJDക്കും സ്ഥാനാർത്ഥികളില്ല. അത് ഒരു ഇന്ത്യ സഖ്യത്തിന് ഒരു ആശ്വാസമാണ്. പക്ഷെ എന്തുകൊണ്ട് ഈ തർക്കം ഇപ്പോഴും തീരുന്നില്ല എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിന്റെ നോമിനേഷൻ നൽകാനുള്ള അവസാന തീയതി ഇന്നാണ്. ഈ ഒരു സമയമായിരുന്നിട്ടും എന്തുകൊണ്ട് ഈ പ്രശ്നം ഈ ചർച്ച ചെയ്ത് ഈ പ്രശ്ന പരിഹാരത്തിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് കോൺഗ്രസ് നേതൃത്വം ചിന്തിക്കേണ്ടത്. ബീഹാറിൽ ഏതെങ്കിലും തരത്തിൽ ഇന്ത്യ സഖ്യത്തിനൊരു പരാജയം ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ പരിപൂർണമായ ഉത്തരവാദിത്വം അത് കോൺഗ്രസിന് മാത്രമായിരിക്കും. ഇനിയിപ്പോൾ VIP പാർട്ടിയുമായിട്ടുള്ള സീറ്റ് ചർച്ചകളൊക്കെ അവസാനിച്ചു. അവർക്ക് കൃത്യമായിട്ട് 15 സീറ്റ് അവർക്ക് നൽകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതോടുകൂടി VIP പാർട്ടിയായിട്ടുള്ള പ്രശ്നങ്ങൾ തീർന്നു. പിന്നെ അവർ മൽപ്പിടുത്തം പിടിച്ചുകൊണ്ടിരുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഈ VIP പാർട്ടി NDA സഖ്യത്തിന്റെ ഭാഗമായിരുന്നു. അപ്പോൾ ആ NDA സഖ്യത്തിന്റെ ഭാഗമായിട്ട് അന്ന് മത്സരിച്ചിരുന്ന ഒരു സ്ഥാനാർത്ഥിയുണ്ട്. ആ സ്ഥാനാർത്ഥി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ RJDയുടെ സ്ഥാനാർത്ഥിയാണ് പരാജയപ്പെടുത്തിയതും RJDയുടെ സ്ഥാനാർത്ഥിയാണ് ആ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചിട്ടുള്ളത്. ആ മണ്ഡലം ഇവർക്ക് കിട്ടണമെന്നുള്ളൊരു പിടിവാശി ഉണ്ടായിരുന്നു. പക്ഷെ ആ പിടിവാശിയൊക്കെ മാറ്റിവെച്ചിട്ട് 15 സീറ്റ് കൃത്യമായിട്ട് അവർക്ക് നൽകുകയും ഒരു വിജയിക്കുന്ന സീറ്റ് കൂടി അവർക്ക് നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. VIP പാർട്ടി മുകേഷ് സാനിയും സാറ്റിസ്ഫൈഡ് ആണ്. ഇനി ആ ഭാഗത്തു നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ല. ഇടതുപക്ഷത്തിന് അനുവദിച്ചു നൽകിയിട്ടുള്ള സീറ്റുകളിലെല്ലാം കൃത്യമായിട്ട് തന്നെ ആളുകളെ കണ്ടെത്താനായിട്ടും ആ സീറ്റുകളിലൊക്കെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനായിട്ടും ഈ CPIM-ലും CPIക്കും CPM-നും ഒക്കെ സാധിച്ചിട്ടുണ്ട്. CPM-ഉം അവിടെ CPI എന്നൊക്കെ പറയുന്നത് അവിടെ വളരെ ശുഷ്കമാണ്. എങ്കിലും CPIM-ലാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടതുപക്ഷ പ്രസ്ഥാനം എന്ന് പറയുന്നത്. ഇപ്പോഴും കീറാമുട്ടിയായിട്ട് ഇന്ത്യ സഖ്യത്തിന് മുമ്പിൽ കിടക്കുന്ന പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ ഈ സീറ്റ് തർക്കമാണ്. കോൺഗ്രസിന് ഏറ്റവും ഒടുവിൽ 58 സീറ്റ് വരെ നൽകാമെന്ന് പറയുമ്പോഴും 60 സീറ്റ് 65 സീറ്റ് ഈ 1-2 സീറ്റിന് വേണ്ടിയിട്ട് ഇവർ കിടന്ന് ബലം പിടിക്കുന്ന സമയത്ത് അത്ര പ്രബല പാർട്ടി ഒന്നും അല്ലല്ലോ. പ്രബല പാർട്ടിയായിട്ടില്ല. അവർ പറയുന്നത് പണ്ട് എന്റെ ഉപ്പാപ്പയ്ക്ക് ആന ഉണ്ടായിരുന്നു എന്നുള്ള ഒരു ചിന്തയില്ല. ആ ചിന്തയിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. RJDയുടെ സപ്പോർട്ട് ഇല്ലാതെ കോൺഗ്രസ് അവിടെ മത്സരിക്കുന്ന സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ കോൺഗ്രസിന് അവിടെ ഒരു സീറ്റ് വയറിപ്പോയി കഴിഞ്ഞാൽ 5 സീറ്റിന് താഴെ ഇടാനായിട്ട് സാധിക്കത്തുള്ളൂ. 58 സീറ്റ് എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. 58 സീറ്റ് എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. ആദ്യം പറഞ്ഞിരുന്നത് 55 സീറ്റാണ്. പിന്നെ അതിപ്പോ 58 സീറ്റിലേക്ക് എത്തി. എന്നിട്ടും ഈ തർക്കം തുടരുകയാണ്. കാരണം ലാലു പ്രസാദ് യാദവ് എന്നാൽ കൊണ്ടുപോയി പണ്ടാര അടങ്ങട്ടെ എന്ന് വിചാരിച്ചു കൊടുത്തായിരിക്കും. പക്ഷെ എന്നിട്ടും ഇവരുടെ തർക്കം തീരുന്നില്ല. ഇവരിപ്പോഴും പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടില്ലല്ലോ. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിട്ട് കോൺഗ്രസ് പാർട്ടിയുടെ വിഷയത്തിൽ സംഘടനാപരമായിട്ട് നോക്കുന്ന സമയത്ത് പാർട്ടിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആരാണ്? മല്ലികാർജ്ജുൻ ഖാർഗെയാണ്. അതിന്റെ സംഘടനാ കാര്യങ്ങളുടെ ചുമതലയുള്ള ആളാരാണ്? KC വേണുഗോപാലാണ്. ഇവരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കേണ്ടത്. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിട്ട് രാഹുൽ ഗാന്ധി ഇന്ത്യ സഖ്യത്തിന്റെ നേതാവാണ്.
അപ്പോൾ ദേശീയ തലത്തിൽ നിൽക്കുന്ന ഒരു നേതാവാണ്. ദേശീയ തലത്തിൽ നിൽക്കുന്ന രാഹുൽ ഗാന്ധി ഒരു സംസ്ഥാനത്തിന്റെ വിഷയത്തിൽ കയറി ഇടപെടാനായിട്ട് ഒരുപാട് പരിമിതികളുണ്ട്. അദ്ദേഹം ഒരു നാഷണൽ ബ്രാൻഡാണ്, ദേശീയ തലത്തിൽ നിൽക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം ഇവിടെ വന്നിട്ട് തേജസ്വി യാദവുമായിട്ട് സീറ്റ് ചർച്ച നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കോൺഗ്രസ് പാർട്ടിക്ക് മോശമല്ലേ? ദേശീയ തലത്തിൽ ഇപ്പോൾ RJDക്ക് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ യൂണിറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയുള്ള ഒരു ചർച്ചയ്ക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഇപ്പോൾ കേരളത്തിൽ RJDക്ക് ഒരു യൂണിറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇപ്പോൾ RJD കേരളത്തിലുണ്ട്, അതിപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ കൂടെയാണ് നിൽക്കുന്നത്. ശ്രേയാംസ് കുമാറാണ് അതിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ളത്. അപ്പോൾ അവർക്കൊരു MP സീറ്റ് വേണം, ഒരു ലോക്സഭയിലേക്ക് ഒരു സീറ്റ് വേണം. അതിന് വേണമെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കന്മാരുടെ അഭിപ്രായം ചോദിച്ചുകൊണ്ട് തേജസ്വി യാദവുമായിട്ട് ചർച്ചയ്ക്കൊക്കെ നടത്താൻ പറ്റും. മറിച്ച് ബീഹാറിൽ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ, ഒരു സംസ്ഥാനത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിക്ക് നേരിട്ട് ഇടപെടുന്നതിന് പരിമിതികളുണ്ട്. പിന്നെ ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യമാണ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കോൺഗ്രസ് ഹൈക്കമാൻഡാണ് ഇതിന് ഒരു ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടത്. ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഈ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ വരുമെങ്കിൽ തന്നെയും സംഘടനാ സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള KC വേണുഗോപാലും അതോടൊപ്പം തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെയും ഇവർ പക്ഷേ ഇതിന് എത്രത്തോളം താല്പര്യമെടുക്കുന്നു എന്നുകൂടി അറിയേണ്ടതുണ്ട്. ഇത് ദേശീയ തലത്തിൽ തന്നെ നമ്മൾ പല ചർച്ചകളിൽ നമ്മൾ പറഞ്ഞിട്ടാണ്, ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസിന് തിരിച്ചു വരാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിന് തിരിച്ചു വരാൻ സാധിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ബീഹാറിൽ നടക്കുന്നത്. ബീഹാർ ഇലക്ഷന് ശേഷവും മുമ്പും എന്ന രീതിയിലേക്ക് ഇന്ത്യയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ, രാഷ്ട്രീയ കാലാവസ്ഥ മാറാൻ ഉള്ള സാധ്യതകൾ നിലനിൽക്കുകയാണ്. യാതൊരു ഗൗരവമില്ലാതെ, യാതൊരുവിധ പ്രാധാന്യവും ഇല്ലാതെ, യാതൊരുവിധ നിലപാടുമില്ലാതെ കോൺഗ്രസ് ഇങ്ങനെ നിൽക്കുന്നത് എന്ന് വേണം നമ്മൾ കരുതാനായിട്ട്. ഏതൊക്കെയാലും പാർട്ടി ഇന്ന് ഒന്നാം ഘട്ടത്തിലേക്ക് 121 സീറ്റുകളിലേക്കാണ് ആദ്യഘട്ടത്തിലുള്ള ഇലക്ഷൻ നടക്കുന്നത്. നോമിനേഷൻ കൊടുക്കേണ്ട തീയതി ഇന്ന് അവസാനിക്കും. ഇന്ന് നമ്മുടെ ഈ വീഡിയോ പുറത്തിറങ്ങുന്ന സമയം 8 മണിയൊക്കെ ആയിരിക്കും ഇറങ്ങുക. അപ്പോൾ ആ സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് ഏകദേശം ദേശീയ തലത്തിലുള്ള ഇന്ത്യ സഖ്യത്തിന്റെ പ്രഖ്യാപനങ്ങളൊക്കെ വരാൻ സാധ്യതകളുണ്ട്. കോൺഗ്രസ് നേതൃത്വം ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത്രയധികം ദിവസം ഇത് ഇലക്ഷൻ ഏത് സമയത്തും വരുമെന്നുള്ള കാര്യത്തെക്കുറിച്ച് കൃത്യമായ ധാരണ കോൺഗ്രസ് നേതൃത്വത്തിനും ഇന്ത്യ സഖ്യത്തിനും ഒക്കെ ഉണ്ടായിരുന്നതാണ്. പക്ഷെ അവർ അത് മുന്നേ തന്നെ സീറ്റ് ചർച്ചകളും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടിയിരുന്നതാണ്. പക്ഷെ അതൊന്നും ചെയ്യാതെ ഇങ്ങനെ അവസാന നിമിഷത്തേക്ക് വെച്ച് എത്ര ദിവസമാണ് നഷ്ടപ്പെട്ടു പോയത്. ഇലക്ഷൻ പ്രഖ്യാപിച്ചിട്ട് ഇന്ന് ഒരാഴ്ച തികയാൻ വേണ്ടി പോകുന്നു. ഈ ഇലക്ഷൻ പ്രഖ്യാപിച്ച് ഒരാഴ്ച കഴിഞ്ഞിട്ട് പോലും ഇന്ത്യ സഖ്യത്തിനകത്ത്, ഒരു സംസ്ഥാനത്തെ ഇന്ത്യ സഖ്യത്തിനകത്ത്, മഹാഗഠബന്ധനകത്ത് അവർക്ക് സീറ്റ് വിഭജനം പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം കൃത്യമായ നിലപാടുള്ള പക്വമായ ഒരു ലീഡർഷിപ്പ് ഇന്ത്യ സഖ്യത്തിന് ദേശീയ തലത്തിൽ ഇല്ല എന്നുള്ളതാണ്. ഇങ്ങനെ നിലപാടുള്ള ഒരു പാർട്ടി അടുത്ത വരുന്ന ഇനിയിപ്പോൾ 2029 നടക്കാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇതേ നേതൃത്വവുമായിട്ടാണ് മുമ്പോട്ട് പോകുന്നതെങ്കിൽ പരാജയമായിരിക്കും മുമ്പിലുണ്ടാവുക. എന്തൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിന് കിട്ടിയിട്ടുള്ളത്. കാരണം ജനതാദൾ യുണൈറ്റഡിനകത്ത് നടക്കുന്ന പ്രശ്നങ്ങൾ, എത്ര MLA മാർ ജനതാദൾ യുണൈറ്റഡ് വിട്ടുപോയി. RJDയിൽ നിന്ന് MLA മാർ രാജിവെച്ചിട്ടുണ്ട്, ഇതെന്ന് പറയുന്നില്ല. പക്ഷെ ജനതാദൾ യുണൈറ്റഡിനകത്ത് പ്രശ്നങ്ങൾ അതിഭീകരമാണ്. അതിനെ വേണ്ട രീതിയിൽ എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ട് കോൺഗ്രസിന് സാധിച്ചിട്ടില്ല. RJDക്ക് സാധിക്കാതെ വരുന്നതിന് കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമയം കിട്ടുന്നില്ല. ഈ സീറ്റ് ചർച്ചകൾ കഴിഞ്ഞാൽ മാത്രമല്ലേ RJDക്ക് പ്രചരണങ്ങൾ ആരംഭിക്കാൻ സാധിക്കുന്നു. പ്രചരണങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷെ എങ്കിൽ തന്നെയും ഞാൻ പറയുന്നത്, ഈ ചർച്ചയിൽ വഴിമുട്ടി നിൽക്കുകയാണ്. നാഷണൽ മീഡിയയും ബീഹാറിലുള്ള മീഡിയയും ഒക്കെ അവിടുത്തെ വികസനത്തെക്കുറിച്ചും അവിടുത്തെ ഗവൺമെന്റിനെതിരായിട്ടുള്ള ജനവികാരത്തെയൊക്കെ ഉയർത്തി കാണിച്ചുകൊണ്ടുള്ള വിഷയങ്ങളിൽ ചർച്ച നടക്കേണ്ട സമയത്താണ് സീറ്റ് ചർച്ചകളിലേക്ക് ഈ ഇന്ത്യ സഖ്യത്തിന്റെ നേതാക്കന്മാർ ഈ ചർച്ചകളെ വഴിതിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ രാഷ്ട്രീയ അബദ്ധം അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കാനായിട്ട്. ഏതെങ്കിലും ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, BJPയുടെ പ്രവർത്തനങ്ങൾ വളരെ ശക്തമാണ്. അവർ ഒരുപക്ഷെ ഈ പ്രശ്നങ്ങളെയൊക്കെ അതിജീവിച്ചുകൊണ്ട്, കാരണം ജനതാദൾ യുണൈറ്റഡിന്റെ ഒരു പ്രധാനപ്പെട്ട സപ്പോർട്ടിലാണ് BJP അവിടെ സീറ്റുകൾ നേടിയെടുക്കുന്നത്. നിതീഷ് കുമാറിന്റെ എത്ര ശതമാനം വോട്ടുകൾ പ്രശാന്ത് കിഷോറിന്റെ ജനസൂരജ് പാർട്ടിയിലേക്ക് പോയിട്ടുണ്ട് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അതൊരു നഷ്ടമാണ് NDAക്ക്. അങ്ങനെയൊക്കെയുള്ള നഷ്ടങ്ങളിൽ NDA സഖ്യം നിൽക്കുന്ന സമയത്താണ് കോൺഗ്രസിന് അത് മുതലെടുക്കാൻ സാധിക്കാതെ വരുന്നതെന്ന് ഓർക്കുക. പിന്നെ ചിരാഗ് പാസ്വാനെ സംബന്ധിച്ച് ചിരാഗ് പാസ്വാൻ എന്നും നിതീഷ് കുമാറിന്റെ ശത്രുവാണ്. ഒരു കാരണവശാലും നിതീഷ് കുമാറിനെ അംഗീകരിച്ച് മുമ്പോട്ട് പോകാനായിട്ട് ചിരാഗ് പാസ്വാൻ തയ്യാറാകത്തില്ല. അല്ലെ, മത്സരം കഴിഞ്ഞ് ഒരു പക്ഷേ ചിരാഗ് പാസ്വാന് വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞാൽ സംസ്ഥാനത്തിന്റെ ഭരണത്തെ പോലും സ്വാധീനിക്കാൻ സാധ്യതയില്ലേ? അതായത് ചിരാഗ് പാസ്വാനെ സംബന്ധിച്ച് ചിരാഗ് പാസ്വാൻ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന സീറ്റ് 25 സീറ്റാണ്. ഈ 25 സീറ്റിൽ ഒരു 15-20 സീറ്റുകൾ വിജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നിരിക്കുക. അതിനാൽ BJPക്ക് കേവല ഭൂരിപക്ഷം കിട്ടുന്നുമില്ല. ഒരു തൂക്ക് മന്ത്രിസഭയാണ് വരുന്നത് ഇരിക്കുക. അപ്പോൾ ഒരുപക്ഷെ RJD പറയുകയാണ് ഒരു വർഷത്തേക്ക് അങ്ങനത്തെ ഒരു ടൈം പൊളിറ്റിക്സിലേക്ക് പോകാനായിട്ടുള്ള സാധ്യതകൾ കുറവാണ്. കാരണം എന്താ വെച്ചാൽ അതൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല. നോർത്ത് ഇന്ത്യൻ പൊളിറ്റിക്സിൽ അപ്പോഴെന്ത് നടക്കുന്നോ അതേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല. ഒരുപക്ഷെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ സ്ഥാനത്തേക്കൊക്കെ ചിരാഗ് പാസ്വാൻ ഇരിക്കാൻ തയ്യാറായാൽ, അതല്ല മറിച്ച് ഈ തേജസ്വി യാദവ് തന്നെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ആയിട്ട് ഇരുന്നുകൊണ്ട് ചിരാഗ് പാസ്വാൻ ഒരു പക്ഷേ മുഖ്യമന്ത്രിയായിട്ട് വന്നേക്കാം. തേജസ്വി യാദവ് മുഖ്യമന്ത്രിയായതിനു ശേഷം ചിരാഗ് പാസ്വാൻ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്ററായിട്ട് വരുന്ന കാഴ്ചയൊക്കെ നമുക്ക് മുമ്പിൽ കാണാൻ, ഇനി കളികൾ ഇനി കാണാനും ബാക്കിയല്ല ഇരിക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ബീഹാറിലൊന്നും ആയിട്ടില്ല.
തെരഞ്ഞെടുപ്പ് ചർച്ചകളും സീറ്റ് ചർച്ചകളും പാർട്ടികളുടെ കാലുമാറ്റങ്ങളും ഇതൊക്കെ കഴിഞ്ഞെങ്കിലും ഇനി ഇലക്ഷൻ പ്രചരണത്തിന് ശേഷം തെരഞ്ഞെടുപ്പ് ഫലം വന്നു കഴിഞ്ഞാൽ ഒരു തൂക്ക് മന്ത്രിസഭയാണ് ബീഹാറിൽ വരുന്നതെങ്കിൽ അവിടെ നടക്കാൻ പോകുന്ന റിസോർട്ട് പൊളിറ്റിക്സിനൊക്കെ അപ്പുറത്തുള്ള പൊളിറ്റിക്സ് ആണ്, പണം എറിഞ്ഞുകൊണ്ടുള്ള പൊളിറ്റിക്സ് ആണ്. ഇപ്പൊ തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞതിന് ശേഷം സ്ഥാനാർത്ഥി നിർണയത്തിൽ തന്നെ കോടികളുടെ അഴിമതി നടത്തി അല്ലെങ്കിൽ കോടികൾ വാങ്ങിയിട്ടാണ് സീറ്റ് നൽകിയിരിക്കുന്ന ആരോപണങ്ങൾ JDU-വിനകത്തുനിന്ന് ഉയർന്നു വരുന്നുണ്ട്. ഈ കോടികൾ വാങ്ങിയിട്ടാണ് സീറ്റ് നൽകിയെന്നുള്ള ആരോപണം. സമാനമായ ആരോപണങ്ങൾ കൊണ്ടാണ് പാറ്റ്നയിൽ വെച്ചിട്ട് AICC സെക്രട്ടറിക്കും അതോടൊപ്പം തന്നെ ബീഹാർ PCC അധ്യക്ഷനും തല്ലുകൊള്ളുന്ന അവസ്ഥയുണ്ടായത്. സംഭവ ബഹുലമാണ് ബീഹാർ രാഷ്ട്രീയം എന്ന് പറയുന്നത്. ബീഹാർ രാഷ്ട്രീയം എവിടെ എത്തി നിൽക്കുമെന്നുള്ളത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഉദ്യോഗം നിറയ്ക്കുന്ന ദിവസങ്ങളായിരിക്കും സമ്മാനിക്കുക. കേവല ഭൂരിപക്ഷത്തിലേക്ക് ഒരു പാർട്ടിയും പോകാത്ത പക്ഷം അവിടെ നടക്കാൻ പോകുന്നത് കുതിരക്കച്ചവടമായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട.